ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് യോർക്ക്ഷയറിനടുത്തുള്ളൊരു സ്ഥലത്താണ് വന്നേക്കണേ, ഗ്യാപ്പിംഗ് ഹിൽസ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിലെ റീലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സ്ഥലം ഒരു എന്താ പറയുക, ഒരു ഭൂമിയുടെ ഇടയിൽ ഒരു കേവ് പോലെ ഒരു സംഭവം വന്നേക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൃത്യ ഒരു ഇതില്ല, ക്ലാരിറ്റി ഇല്ല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ സ്ഥലത്ത് ഞങ്ങളിന്ന് രാവിലെയാണെന്ന് വന്നത്. അപ്പോൾ എന്താ പറയുക, ലണ്ടനിൽ നിന്ന് ഏകദേശം ഒരു മണിക്ക് ഇറങ്ങിയിട്ട് നമ്മളോടൊരു 6:30 സമയത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ നല്ലൊരു ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി സ്ഥലത്ത് ഒതുക്കി കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഇവിടെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡ്രൈവ് പോകാൻ നോക്കണ്ടെങ്കിൽ മസ്റ്റ് റെക്കമെൻഡഡ് പ്ലേസ് ആണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാ ക്ലിപ്പുകളും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും, അത് പുറകെ വരും. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡൽറ്റിന് 10 പൗണ്ടും അതുപോലെ ചിൽഡ്രൻസിന് 5 പൗണ്ടാണ് ചാർജ് വരുന്നത്. ഇവിടെ നിന്ന് നടക്കാനൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി ടിക്കറ്റ് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ടിക്കറ്റ് ഓഫീസിനോട് വന്നേക്കാണ്. ഇവിടെ ടിക്കറ്റ് ഓഫീസ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. ഇവിടെ ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. യെസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുത്തു ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂട്ട് മാപ്പ്. അപ്പോൾ ഇന്നത്തെ പ്രയാണം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിനക്ക് പിക്കല്ല, നിനക്ക് എന്ത് വേണം ഞാൻ എടുത്തുതരാം. അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ റിവറിലോട്ട് ഇറങ്ങാതിരിക്കുക. കാരണം കഴിഞ്ഞ ദിവസം എന്തോ 2 പേരെന്തോ ഇറങ്ങി എന്തോ അപകടം പറ്റിയെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ വരുന്നവർ സേഫായിട്ട് വരാം. പിന്നെ അറിയാലോ, എല്ലാം നമ്മുടെ റിസ്ക്കാണ്. അതിൻ്റെ റിസ്ക് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനല്ല പറഞ്ഞത്. എല്ലാവരും സൂക്ഷിച്ചൊക്കെ ചെയ്യാം, അല്ലടാ? അതന്നെ, അടിപൊളിയാണ്, കൊള്ളാം. തുടർന്ന് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മാപ്പ് ഞാനിപ്പോൾ കാണിക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഒരുപാടുണ്ട്. ഈ കാണുന്നതാണെന്നാണ് അതന്നെ ഫസ്റ്റ് വെള്ളച്ചാട്ടം കാണുന്നത് 1ാമത്തെ നമ്പർ. ഈ വഴി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വലിയ ഒരെണ്ണം കാണും. അതായത് 6 എണ്ണം ഉണ്ട്. ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് വേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് കാണുന്നത് വെക്ക ഫാൾസ്, ഹോളി ബുഷ് സ്പോട്ട്. പിന്നെ കുറേയൊക്കെ ഉണ്ട്, ഞാൻ വായിക്കാൻ നിൽക്കണില്ല ഗൈസ്. പിന്നെ ബീസ്ലി ഫോൾസ് കുറേ ഉണ്ട്, സ്നോഫോൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് പോണ വഴിയെല്ലാം കണ്ട് പോവാം, അല്ലടാ? കണ്ട് പോവാം. മാപ്പ് പിടിച്ചോളൂ. ഇതുണ്ടല്ലോ. ഇപ്പോൾ കഴിച്ച ഇവിടുത്തെ ഒരു ചെറിയൊരു പാലമാണ്. അത് നൈസ് പാലമാണ്, കണ്ട. അതുപോലെ ഇന്നലെ വെട്ടമുള്ള ദിവസമായിരുന്നു. എന്തായാലും വന്നത് മുതലായി. അപ്പോൾ ഗൈസ്, നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക, ഗ്യാപ്പിംഗ് ഹില്ലിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ഏകദേശം ഒരു ദിവസമാണ് ഇതിന് സമയം വെച്ചത്. കാരണം ഇന്നിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2.5 മണിക്കൂർ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത് തന്നെയാണ്, ട്രക്കിങ്ങാണ്.
അപ്പോൾ 2 ദിവസമൊക്കെ സ്റ്റേ അടിച്ചാലും ഇവിടെ കാര്യമുള്ളൂ. സ്റ്റേ അടിക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർഫോൾസാണ് കാണിക്കാൻ പോകണം. വാട്ടർഫോൾസാണ് അടുത്ത ദിവസം എന്തായാലും, അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മളവിടെ ഡെഫിനറ്റായിട്ട് വരും. കാരണം 2 ദിവസം 3 ദിവസമൊക്കെ വരാവുന്ന രീതി വരും. കാരണം ഏകദേശം നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ മന്ത് എൻ്റെ ആകുമ്പോൾ സ്കോട്ട്ലൻഡ് പോകാൻ പ്ലാൻ ഇട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് നമുക്കൊരു ചെക്ക് പോയിൻ്റ് പോലെ കയറാം അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ വാട്ടർഫോൾസ് എത്തിയിട്ട് ഞാനിവിടുത്തെ എല്ലാ പറ്റുന്ന വാട്ടർഫോൾസ്, ഇവിടെ 6 വാട്ടർഫോൾസ് ഉണ്ട്, പറ്റുന്ന വാട്ടർഫോൾസ് കാണിച്ചു തരാം. എല്ലാം കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം വെതർ ഇച്ചിരി സീനാണ്. കൈയൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. തണുപ്പ് കുറവുള്ള ദിവസം വരണ്ടായിരിക്കും കുറച്ചും ബെറ്റർ. പക്ഷേ കുഴപ്പമില്ല, ഒരു വൈബടിച്ച് അങ്ങനെയായിട്ട് നടന്നു പോവുകയാണെങ്കിൽ ഒരു വിഷയമില്ല. അല്ലടാ ഇതിനെ അതത്രേ ഉള്ളൂ. അപ്പോൾ കേക്ക്